24 മണിക്കൂറുകൾ പിന്നിടുന്നുണ്ട് അമേരിക്കക്കാരനായ ജോൺ എഫ് കെന്നഡി എന്ന് പറയുന്ന പ്രസിഡന്റ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. All human things are subject to decay, and one factor, someone's monitors must obey. അധികാരത്തിന്റെ ഗിരിശൃംഗങ്ങളിൽ ചക്രവർത്തിമാരായി വിരാജിച്ചിരുന്ന ആളുകളൊക്കെ എവിടെ പോയി? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഫമൻ സുഹസിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹുവിന്റെ ലോകത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ തീരുമാനങ്ങളെ വെല്ലുവിളിക്കാനാകുമോ? അല്ലാഹുവിന്റെ ദുനിയാവിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും അല്ലാഹു നമുക്ക് കൽപ്പിച്ചു തന്ന കട്ടൻഡറി ഡിസിഷൻസുകളെ ഓവർടേക്ക് ചെയ്യാനാകുമോ? ആവില്ല. ലോകത്തൊരു ചക്രാധിപതിക്കും, ലോകത്തൊരു രാജാവിനും, ലോകത്തൊരു മിലിറ്ററിക്കും, ലോകത്തൊരു റോയൽ സ്റ്റാൻഡേർഡ് ഉള്ള വ്യക്തിക്കും കഴിയില്ല. അല്ലാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് കണ്ടോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും അവസാനിക്കുക തന്നെ ചെയ്യും. എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. പോരാ, അവനവൻ ചെയ്തതിന്റെ പ്രതിഫലമുണ്ടല്ലോ. പരിപൂർണമായും അവനവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അല്ലാഹു നൽകുക തന്നെ ചെയ്യും. ഫമൻ സുഹസിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നാരകീയമായ അഗ്നിയിൽ നിന്നും അകറ്റപ്പെടുകയും സ്വർഗീയമായ കവാടങ്ങളിലേക്ക് സ്വാഗതമരുളപ്പെടുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അത്തരം ആളുകൾ തന്നെയാണ് വിജയം നേടിയ ആളുകൾ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിന്റെ പളപളപ്പ് കണ്ടിട്ട്, ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങൾ കണ്ടിട്ട്, ഈ ദുനിയാവിന്റെ ആർഭാടങ്ങൾ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ചു പോയ, മതിഭ്രമത ബാധിച്ചു പോയ, അന്ധത സംഭവിച്ചു പോയ ആളുകളുണ്ടോ? ഈ ദുനിയാവിനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കണ്ട. ഈ ദുനിയാവ് ചതിക്കുന്ന ചരക്കാണ്. നിങ്ങൾക്കുമേൽ ദുനിയാവ് വഞ്ചന ചെയ്യും കേട്ടോ. നിങ്ങളെ ഈ ദുനിയാവ് ചതിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണേ. കണ്ടോ ഇമാം ഗസാലി റഹിമഹുല്ലാഹ്, ഇമാമുന ഗസാലി റഹിമഹുല്ലാഹ് അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ അവിടുന്നതാ ഈ ദുനിയാവിനെ പരാമർശിക്കുന്നത് എങ്ങനെയാണ്? ദുനിയാവെന്ന് പറഞ്ഞാൽ മോനെ എന്താണ് മനസ്സിലാക്കിയത്? അതേ ഒരു സർവാലങ്കാരയായ, സർവാലങ്കൃതയായ, സർവാഭരണ വിഭൂഷിതയായ, സൗന്ദര്യറാണിയായ ഒരു പെണ്ണിങ്ങനെ
ഇങ്ങനെ നടന്നു പോകുകയാണ്. യുവകോമളനായൊരു ചെറുപ്പക്കാരൻ ആ പെണ്ണിൽ ആകൃഷ്ടനാവുകയാണ്. അലങ്കാരങ്ങളും സൗന്ദര്യങ്ങളും സമ്മേളിച്ച് നടന്നു പോകുന്ന പെണ്ണിന്റെ പിന്നാലെ കഥയറിയാതെ ഇവൻ നടക്കുകയാണ്. ആ പെണ്ണിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ നടക്കുകയാണ്. അവൻ അന്ധനായി പോയി, മൂകനായി പോയി, ബധിരനായി പോയി. അവളുടെ പിന്നാമ്പുറങ്ങൾ കണ്ടപ്പോൾ അവനെ തന്നെ സ്വയം മറന്നുകൊണ്ട് അവളുടെ പിന്നാലെ യാത്ര ചെയ്യുകയാണ്. യാത്ര അവസാനിക്കാനായിരിക്കുന്നു. അന്നേ ദിവസത്തെ സൂര്യൻ അസ്തമിക്കാൻ പോകുകയാണ്. അന്നേ ദിവസം ഉദിച്ച സൂര്യൻ അസ്തമാന ചക്രവാള സീമയിൽ അസ്തമിക്കാൻ പോകുന്ന നേരത്ത് ഈ മനുഷ്യനതാ ഒരു നിമിഷമൊന്നു നിൽക്കുകയാണ്. എന്തിനാണ് ഈ സൗന്ദര്യധാമമായ പെണ്ണിന്റെ പിറകെ ഞാൻ പോയത്? ഇന്നേ ദിവസം അസ്തമിക്കാൻ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നുവല്ലോ. സമയം എനിക്ക് അവസാനിക്കാറായല്ലോ. അതാ വഴിയും അവസാനിക്കുകയാണ്. അവസാനിച്ച വഴിയുടെ അറ്റത്ത് നിന്ന് താനിങ്ങനെ പിറകെ പോയ പെണ്ണവിടെ നിന്ന് പിന്തിരിഞ്ഞു നോക്കുകയാണ്. പിന്തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ മനുഷ്യനവന്റെ അബദ്ധം മനസ്സിലാകുന്നത്. 60 പിന്നിട്ടൊരു പടുകിളവിയാണ്. അവൾ അലങ്കാരങ്ങളോടെയും ആർഭാടങ്ങളോടെയും സർവാഭരണ വിഭൂഷിതയായി എന്നെ ആകർഷിപ്പിച്ച് നടന്നു പോയതാണ്. കാര്യമറിയാതെ, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, അതിന്റെ വസ്തുതകളെയും നിജസ്ഥിതികളെയും പറ്റി ബോധമില്ലാതെ ഞാൻ അതിന്റെ പിറകെ അന്ധമായി എന്റെ ജീവിതത്തിന്റെ ഒരു ദിവസം മുഴുവനും ചെലവഴിച്ചു പോയല്ലോ. പരിതപിച്ചിട്ടു കാര്യമില്ല. ദുനിയാവ് അങ്ങനെയാണ്. ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്ന ദുനിയാവ് മോനെ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളെ ഈ ദുനിയാവ് ചതിക്കും. നിങ്ങൾ അപ്പോൾ അവസാന നിമിഷത്തിലാണ് അറിയുന്നത് ഞാൻ ഇത്രയും നേരം പിറകെ പോയതൊരു പടുകിഴവിയുടെ പിന്നാലെയായിരുന്നല്ലോ. അതൊരു സൗന്ദര്യധാമമായിരുന്നില്ല. അവസാന നിമിഷത്തിലാണ് തിരിച്ചറിയുന്നത്. ഇതുപോലെ തന്നെയാണ് ദുനിയാവിലെ ജീവിതം. പളപളപ്പുകളിൽ അഭിരമിക്കുകയും അതിഭ്രമത പിടിക്കുകയും മതോന്മത്തരാകുകയും മത്തുപിടിപ്പിക്കുകയും ചെയ്യുന്ന ലോകമാണ് ഈ ലോകം. ഈ ലോകത്തിങ്ങനെ ശാശ്വതമായി നമ്മളെന്നും ജീവിക്കുമെന്ന് വിചാരിക്കണ്ട. അലാ ഇന്നമദ്ദുനിയാ കഅഹ്ലാമി നായിമീ. അലാ ഇന്നമദ്ദുനിയാ കഅഹ്ലാമി നായിമീ വകുല്ലി സുറൂരിൻ ലൈസ ഫീഹാ ലിദായിമീ. മോനെ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ, ഈ ദുനിയാവിലെ ജീവിതമെന്ന് പറഞ്ഞാൽ അത് ഉറക്കിൽ കണ്ടൊരു സ്വപ്നം പോലെയാണ്. ഉറക്കത്തിൽ ഞാൻ എന്തൊക്കെയാണ് സ്വപ്നം കാണാറുള്ളത്? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ ആ സ്വപ്നമെല്ലാം അങ്ങ് പോയില്ലയോ? അതുപോലെ ദുനിയാവിലെ ജീവിതമെന്ന് പറഞ്ഞാൽ ഉറക്കിൽ കണ്ട കിനാബ് പോലെയാണ്. തഅമ്മൽ ഇദാ മാനിൽത ബിൽ അംസി ലല്ലതാൻ ഫഅഫനൈതുഹാ ഹൽ അന്ത ഇല്ലാ കഹാലിമീ. എന്റെ മജ്‌ലിസിൽ 60 വയസ്സുകാരില്ലേ? എന്റെ മജ്‌ലിസിൽ 50 പിന്നിട്ടവരില്ലേ? എന്റെ മജ്‌ലിസിൽ 30ഉം 20ഉം വയസ്സ് പ്രായമുള്ള ആളുകളില്ലേ? ആലോചിച്ചു നോക്കണേ.             ഹൃദയത്തിൽ കൈവച്ചിട്ട് ചിന്തിക്കണേ.                                                                                               ചിന്തകളെ
റബ്ബേ എന്റെ ജീവിതത്തിന്റെ 60 സുവർണ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയി അല്ലാ. എന്റെ ജീവിതത്തിന്റെ വിലപ്പെട്ട 50 വർഷങ്ങൾ കടന്നുപോയി റബ്ബേ. എന്റെ ജീവിതത്തിന്റെ 25 വർഷങ്ങൾ കടന്നുപോയി റബ്ബേ. ആ കാലഘട്ടങ്ങളിൽ നമ്മൾ എത്ര സുഖിച്ചു, ആ കാലഘട്ടങ്ങളിൽ നമ്മൾ എത്ര രസിച്ചു, ആ കാലഘട്ടങ്ങളിൽ നമ്മൾ എന്തൊക്കെ ആസ്വദിച്ചു. 60 വയസ്സായ ഉപ്പ 50, 40, 30, 20 വയസ്സായ ശബ്ദം കേൾക്കുന്ന ആളുകളെ, കഴിഞ്ഞുപോയ കാലഘട്ടത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കിയേ. അതൊരു സ്വപ്നം പോലെ തോന്നുന്നില്ലേ? അതുറക്കിൽ കണ്ടൊരു കിനാവ് പോലെ തോന്നുന്നില്ലേ? തഅമ്മൽ ഇദാ മാനിൽത ബിൽ അംസിലല്ലതാൻ ഫഅഫനൈതുഹാ ഹൽ അൻത ഇല്ലാ കഹാലിമീ. നിനക്കിന്നലെ ഒരു സുഖമുണ്ടായിരുന്നു, ഇന്ന് നിനക്ക് അസുഖമാണ്. എന്നാൽ ഇന്നലത്തെ സുഖത്തെ പറ്റി നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതൊരു സ്വപ്നം പോലെയല്ലേ? ദുനിയാവിന്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത് എന്താണ്? വിശുദ്ധനായ അല്ലാഹു നമ്മളോട് പ്രഖ്യാപിക്കുന്നത് എന്താണ്? ആരും എന്നെന്നും ഇവിടെ ശാശ്വതമായി സുഖിച്ച് ആഡംബരപ്രിയന്മാരായി ഇവിടെ കഴിയുമെന്നാരും വിചാരിക്കണ്ട. അല്ലാഹുവിന്റെ അലംഘനീയമായ വിധി നമ്മളെ മാടി വിളിക്കുന്നതെന്നാണ്. അന്ന് ഞാനും നിങ്ങളും യാത്രയാകേണ്ടവരാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലുവകും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ വഇലൈനാ തുർജഊൻ. എല്ലാവരുടെ ജീവിതങ്ങളും അവസാനിക്കും. പിന്നെ എന്തിനാണ് അല്ലാഹു സുഖം നൽകുന്നത്? പിന്നെ എന്തിനാണ് അല്ലാഹു അസുഖം നൽകുന്നത്? പിന്നെ എന്തിനാണ് അല്ലാഹു നന്മ നൽകുന്നത്? പിന്നെ എന്തിനാണ് അല്ലാഹു തിന്മ നൽകുന്നത്? നിങ്ങളെ പരീക്ഷിക്കാനാണ്. വഇലൈനാ തുർജഊൻ, വഇലൈനാ തുർജഊൻ. ഞാനും നിങ്ങളുമൊക്കെ എവിടാ ചെന്നവസാനിക്കുക? ഞാനും നിങ്ങളുമൊക്കെ എവിടെയാണ് ചെന്ന് ചേരുക? അല്ലാഹുവിന്റെ ദർബാറിങ്കലേക്കല്ലയോ ഞാനും നിങ്ങളും മടങ്ങിപ്പോകുന്നത് മുഅ്മിനീങ്ങളെ? അല്ലാതെ എന്നെന്നും രാജാക്കന്മാരായി, പ്രമാണിമാരായി, പ്രതാപമുള്ളവരായി, സമ്പന്നന്മാരായി, വലിയ വലിയ വമ്പന്മാരായി നമ്മളിവിടെ ശാശ്വതമായി ജീവിച്ചിരിക്കുമോ? ഇല്ല, ഇല്ല. ബനൂ ഇസ്രായേലിൽ ഒരു രാജാവുണ്ടായിരുന്നു. ബനൂ ഇസ്രായേലിൽ ഒരു രാജാവുണ്ടായിരുന്നു. അയാളുടെ പ്രത്യേകത എന്താണ്? വലിയ സമ്പന്നനായ, വലിയ രാജകീയമായ പത്രാസുള്ള, വലിയ സമൃദ്ധിയുള്ള രാജാവ് ബനൂ ഇസ്രായേലിൽ ജീവിച്ചിരുന്നു. അയാൾ ഒരു ദിവസം തന്റെ മന്ത്രിയെ വിളിച്ചിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ട മന്ത്രി, ഞാനിങ്ങനെ ഇവിടെ രാജാവായിട്ട് ഈ വലിയ സാമ്രാജ്യത്തിന്റെ അധികാരിയായിട്ട് ഇങ്ങനെ ഇരുന്നാൽ പോരാ. ഈ നാട്ടുകാര് മുഴുവനും, മാലോകര് മുഴുവനും എന്റെ ശക്തി അറിയട്ടെ. ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും എന്റെ അധികാരത്തിന്റെ പവർ മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് എന്തു വേണം? നമ്മളതാ ഒരു പടപ്പുറപ്പാട് നടത്തുകയാണ്. നമ്മുടെ അധികാര പരിധിയിലുള്ള രാജ്യത്തിലൂടെ മുഴുവനും നമ്മളൊന്ന് ചുറ്റി സഞ്ചരിക്കുകയാണ്. ആരെവിടെ ആനയൊരുങ്ങട്ടെ,
അമ്പാരി ഒരുങ്ങട്ടെ, കുതിരപ്പടയാളികൾ തയ്യാറാകട്ടെ. അതാ സൈനിക റെജിമെന്റിന്റെ പട്ടാളക്കാര് മാർച്ച് ചെയ്യട്ടെ. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തിട്ട് രാജാവ് തന്റെ ഏറ്റവും മുന്തിയ, ഏറ്റവും സ്റ്റാൻഡേർഡുള്ള, ഏറ്റവും മികച്ച വാഹനത്തിന്റെ പുറത്ത് കയറി സർവാർ ആഡംബരങ്ങളോടെ, സർവാലങ്കാരങ്ങളോടെ അയാള് എല്ലാവിധ ആർഭാടങ്ങളോടുകൂടിയും യാത്ര നടത്തുകയാണ്. ആ യാത്ര ഇങ്ങനെ പകുതിയാകുന്നതിന് മുമ്പേ രാജാവിന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ടൊരു യാചകനെ പോലെ തോന്നിക്കുന്ന മനുഷ്യൻ വലിക്കുകയാണ്. രാജാവിന്റെ കടിഞ്ഞാൺ, രാജാവിന്റെ കുതിരയുടെ കടിഞ്ഞാൺ ഒരു യാചകനെ പോലെ തോന്നിക്കുന്ന മനുഷ്യൻ പിടിച്ചു വലിക്കുകയാണ്. ആരടാ ആരടാ എന്റെ കടിഞ്ഞാൺ പിടിച്ചത്? മാറടാ. രാജാവ് ഉത്തരവിറക്കുകയാണ്. ആ സമയത്ത് അയാള് വീണ്ടും രാജാവിന്റെ കടിഞ്ഞാണ് പിടിക്കുകയാണ്. രാജാവ് വീണ്ടും ദേഷ്യത്തോടെ അയാളെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഏവനാടാ ഈ കയറി വന്നെന്റെ കടിഞ്ഞാൺ പിടിക്കാൻ ധൈര്യം കാണിക്കുന്നത്? ആരെവിടെ? ഇവിടെ സൈന്യാധിപന്മാരില്ലേ? ഇവനെ ഒഴിവാക്കൂ. അയാളെ പിടിച്ചു മാറ്റേണ്ട താമസം പിടിച്ചു മാറ്റാൻ വന്ന ആളുകൾ പരാജയപ്പെടുകയാണ്. സർവാലങ്കാരങ്ങളോടെ, സർവാർഭാടങ്ങളോടെ, സകല പ്രൗഢിയോടെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന തന്റെ കുതിരയുടെ കടിഞ്ഞാണ് പിടിക്കാൻ ധൈര്യമുള്ളവന്മാരാരാണെന്ന് രാജാവ് ചോദിക്കുമ്പോൾ ഈ യാചകനെ പോലെ തോന്നിക്കുന്ന മനുഷ്യൻ രാജാവിന്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, ഒരു സ്വകാര്യം എനിക്ക് പറയാനുണ്ട്. ഇപ്പോഴാണോ നിന്റെ സ്വകാര്യം പറയേണ്ട സമയം? മാറി നിൽക്കടാ. രാജാവിനോട് അയാള് ആ വർത്തമാനം പറഞ്ഞപ്പോൾ ഒരു ഭയങ്കരമായ ശബ്ദം കേൾക്കുന്നത് പോലെ രാജാവിന് തോന്നുകയാണ്. രാജാവാകെ ഞെട്ടിത്തരിച്ചുപോയി. ഇതെന്തൊരു ശബ്ദമാണ്? ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ആരാണെന്നറിയുമോ? മലക്കിന്റെ റൂഹിനെ പിടിക്കാൻ അല്ലാഹു അധികാരം നൽകിയ, മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ അല്ലാഹു അധികാരം നൽകിയ, സകല ജന്തുജാലങ്ങളുടെയും ആത്മാവിനെ പിടിക്കാൻ അല്ലാഹു പെർമിഷൻ നൽകിയ അസ്റായിൽ എന്ന മാലാഖയാണ് ഞാൻ. ആ സമയത്ത് രാജാവിന്റെ ആകെ കിടുങ്ങി വിറച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്നറിയുന്നില്ല, എന്തു ചെയ്യണമെന്നറിയുന്നില്ല. രാജാവ് വിഷമിച്ചു പറയുകയാണ്, റിയലി വെരി വെരി സോറി, എനിക്കൊരല്പനേരം തരുമോ? എനിക്കൊന്ന് പിന്താൻ അവസരം നൽകുമോ? എന്റെ കുടുംബക്കാരെ ഞാൻ കണ്ടോട്ടെ, എന്റെ ബന്ധുജനങ്ങളോട് ഞാൻ യാത്ര ചോദിച്ചോട്ടെ, എന്റെ കൂട്ടുകാരോട് ഞാൻ വിടവാങ്ങൽ പ്രഭാഷണം നടത്തട്ടെ. നിങ്ങളിപ്പോൾ എന്റെ ആത്മാവിനെ പിടിക്കാൻ പാടില്ല. രാജാവിനോട് ഈ മാലാഖ പറയുകയാണ്, മോനെ, നിനക്ക് അനുവദിക്കപ്പെട്ട ടൈമെല്ലാം പാസ്സായി പോയി. നിനക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആയുസെല്ലാം അവസാനിച്ചു പോയി. ഒരു നിമിഷം പോലും വിട്ടുതരാൻ, ഒരു നിമിഷം പോലും നിനക്ക് അനുവദിച്ചു തരാൻ ഒരു സമയവും ബാക്കിയില്ല, ഒരു സമയവും ശേഷിക്കുന്നില്ല. രാജാവിന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് ആ മാലാഖ പോകുകയാണ്. ഇതുപോലെ തന്നെ മാലാഖ മറ്റൊരാളുടെ ചാരത്തേക്ക് ചെല്ലുകയാണ്. ഒരു സ്വാലിഹായ മനുഷ്യന്റെ ചാരത്തേക്കാണ് മാലാഖ കടന്നു ചെല്ലുന്നത്. സ്വാലിഹായ മനുഷ്യന്റെ ചാരത്തേക്ക് ചെന്നിട്ട് ഭവ്യതയോടെ സലാം പറയുകയാണ്. വഅലൈക്കുമുസ്സലാം. നിങ്ങൾ ആരാണ്? ഞാൻ മാലാഖയാണ്, മലക്കുൽ മൗത്ത് എന്ന മാലാഖയാണ് ഞാൻ. ആത്മാവിനെ പിടിക്കാൻ വന്നതാണോ? അതെ, എന്റെ ആത്മാവിനെ പിടിക്കാൻ വന്നതാണല്ലേ. ഞാൻ കാത്തുകാത്തിരിക്കുകയായിരുന്നു, ഞാൻ കാത്തുകാത്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് മാലാഖ പറയുകയാണ്, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം? നിങ്ങൾക്ക്
ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തു കൊള്ളുവീൻ, ഞാൻ കാത്തിരിക്കാൻ സന്നദ്ധനാണ്. എപ്പോഴാണ് നിങ്ങളുടെ ആത്മാവിനെ പിടിക്കേണ്ടത്? എങ്ങനെയാണ് നിങ്ങളുടെ ആത്മാവിനെ പിടിക്കേണ്ടത്? ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് എന്റെ അഭിലാഷം, ഞാൻ ഒന്നുമെടുത്ത് ഞാൻ സുജൂദിലായി കിടക്കുന്ന നേരത്തെ എന്റെ ആത്മാവിനെ പിടിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. മാലാഖ സമ്മതിക്കുകയാണ്. സ്വാലിഹായ സച്ചരിതനായ സുഹൃതവാനായ മനുഷ്യൻ ഒന്നുമെടുത്ത് സുജൂദിലായി കിടക്കുന്ന നേരത്ത് ആത്മാവിനെ പിടിച്ചുകൊണ്ട് മാലാഖ പോവുകയാണ്. ആത്മാവിനെ പിടിച്ചുകൊണ്ട് മാലാഖ പോവുകയാണ്. അതുകൊണ്ട് മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിങ്ങൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും, മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിങ്ങൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും, മരിച്ചതിന്റെ പിമ്പ് മറ്റൊരന്തമറ്റ ജീവിതം, മരിച്ചതിന്റെ പിമ്പ് മറ്റൊരന്തമറ്റ ജീവിതം വരിച്ചിടേണ്ടതാണ് മർത്യനുള്ള മേന്മയോർക്ക നീ. പടുക്കളെന്നു പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്തു സംഭവിച്ചു കേട്ടു കേൾവിയില്ലയോ? സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളവൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിപ്ലവത്തിനെങ്കിലി നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. ആർക്കാണ് ഒരു മാറ്റവും നമുക്കില്ല. കൊല്ലും ഇന്നു സബ്ബിഹും ഫീ അഹ്ലിഹി والموت أدنى من شراك نعله كل امرئ مسبح في أهله والموت أدنى من شراك نعله. എല്ലാ ആളുകളും പ്രഭാതമാകുന്നത് ഭാര്യയോടൊപ്പമാണ്, മക്കളോടൊപ്പമാണ്, മാതാപിതാക്കൾക്കൊപ്പമാണ്. അവൻ അറിയുന്നില്ല ഇന്ന് ഈ ദിവസം ഞാൻ മരിക്കുന്ന ദിവസമാണ്, ചിന്തിക്കുന്നില്ല. കുളിച്ചു ഫ്രഷായി ഇൻസർട്ട് ചെയ്ത് തന്റെ പൾസർ ബൈക്ക് എടുത്ത് തന്റെ ഉദ്യോഗം നടക്കുന്ന ഓഫീസിലേക്ക് ചീറിപ്പാഞ്ഞു പോകുന്ന വഴിയിൽ എതിരെ വരുന്ന സൂപ്പർ ഫാസ്റ്റ് ഇടിച്ച് നടു റോഡിൽ കിടന്ന് പിടഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു പോയി. അയാൾ അറിയുന്നില്ല. രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ, രാവിലെ പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ അയാൾ അറിഞ്ഞിരുന്നില്ല ഇന്നീ ദിവസം ഞാൻ മരിക്കുന്ന ദിവസമാണ്. ഇന്നെന്റെ അവസാനത്തെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡേ, എന്റെ ആദ്യത്തെ അവസാനത്തെ ദിവസമാണ് ഈ ദിവസമെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അറിയാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? മരിക്കാൻ എനിക്കിഷ്ടമില്ല. നിങ്ങൾക്ക് മരിക്കാൻ ഇഷ്ടമുണ്ടോ ജനങ്ങളെ? ആർക്കും മരിക്കാൻ ഇഷ്ടമില്ലല്ലോ, ആർക്കും മരിക്കാൻ ഇഷ്ടമില്ലല്ലോ. എന്നെന്നും ഇവിടെ സുഖസമ്പൂർണമായി ജീവിച്ചിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത്. കണ്ടില്ലേ മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ നജറാനിൽ നിന്നൊരു മനുഷ്യൻ കടന്നു വരികയാണ്.
200 വയസ്സ് പ്രായമുള്ള ഒരാൾ നജറാനിൽ നിന്ന് കടന്നു വന്നു. 2 നൂറ്റാണ്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചയാളാണ് അയാൾ. ആ നജറാനിയായ വൃദ്ധൻ കടന്നു വന്നപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഗംഭീരമായ സ്വീകരണമൊരുക്കി. ആ സ്വീകരണ ചടങ്ങെല്ലാം കഴിയുന്ന നേരത്ത് ആ നജറാനിയായ 200 വയസ്സ് പിന്നിട്ട് പോയ 2 നൂറ്റാണ്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചു പോയ മനുഷ്യനോട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഈ ദുനിയാവ് എങ്ങനെയാണ്? ഈ ദുനിയാവ് എങ്ങനെയാണ്? 2 നൂറ്റാണ്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച സഹോദരാ, ഈ ദുനിയാവ് എങ്ങനെയാണ്? അയാൾ പറയുകയാണ്, ദുനിയാവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറെ ഉദയങ്ങൾ, കുറെ അസ്തമാനങ്ങൾ. ദുനിയാവിൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നു. എന്റെ മുഅ്മിനീങ്ങളെ, ഇന്ന് രാവിലെ ഉദിച്ച സൂര്യൻ എവിടെ പോയി? ഇന്ന് വൈകുന്നേരമായപ്പോൾ അതങ്ങ് അസ്തമിച്ചു പോയി. ഇന്ന് രാത്രി പിന്നിടുമ്പോൾ നാളെ വീണ്ടും സൂര്യൻ ഉദിക്കുകയാണ്. ആ സൂര്യൻ നാളെ വൈകുന്നേരമാകുമ്പോൾ അസ്തമിക്കുകയാണ്. ഇങ്ങനെയാണ് ദുനിയാവിന്റെ കാര്യങ്ങൾ. പകലുകൾ മാറി വരുന്നു, രാത്രികൾ മാറി വരുന്നു. കുറെ ആളുകൾ ജനിക്കുന്നു, കുറെ ആളുകൾ അങ്ങ് മരണപ്പെട്ടു പോകുന്നു. ഇങ്ങനെയാണ് ദുനിയാവിന്റെ കാര്യമെന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് ഈ നജറാനിയായ 200 വയസ്സുകാരൻ പറയുമ്പോൾ മുആവിയ തങ്ങൾ ചോദിക്കുകയാണ്, അല്ല, ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എന്റെ മജ്ലിസിൽ വന്ന മുഅ്മിനീങ്ങളെ, 200 കൊല്ലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യനോട് ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ്, എന്റെ ആഗ്രഹം രാജാവായ മുആവിയ, അങ്ങനെക്ക് വീട്ടിൽ തരുമോ? ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ തരാം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ 200 കൊല്ലക്കാലത്തെ ആയുസ്സുണ്ടല്ലോ, ആയുസ് എനിക്ക് തിരിച്ചു തരുമോ മുആവിയ? എനിക്കിപ്പോൾ ആസന്നമായിട്ടുള്ള മരണമുണ്ടല്ലോ, എനിക്കിപ്പോൾ ആസന്നമായ മരണമൊന്ന് തടുത്തു കിട്ടണം. എന്റെ നഷ്ടപ്പെട്ടു പോയ 200 വർഷക്കാലത്ത് ആയുസ് എനിക്ക് തിരിച്ചു തരണം. മുആവിയ റളിയല്ലാഹു അൻഹു എന്തു പറയാനാണ്? അവിടുന്ന് പറഞ്ഞു, അതെന്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമല്ല, അതെന്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമല്ല. എന്റെ അധികാര പരിധിയിൽപ്പെട്ടതെന്തെങ്കിലും ചോദിച്ചുകൊള്ളൂ, എന്നാൽ എനിക്ക് നിങ്ങൾ ഒന്നും ചെയ്തു തരണ്ട, എന്നെ വെറുതെ വിട്ടാൽ മതി. ആർക്കാണ് മനുജാനി കേവലം ഒരു പീടി മണ്ണല്ലേ, മനുജാനി വെറും മണ്ണാണെന്നത് അറിഞ്ഞിടാതെ പോകുകയാണോ? മനുജാനി വെറും മണ്ണാണെന്നത് അറിഞ്ഞിടാതെ പോകുകയാണോ? മരണം നിന്നെ പിടികൂടുന്നത് മറന്നു നീയും വാഴുകയാണോ? മരണം നിന്നെ പിടികൂടുന്നത് മറന്നു നീയും വാഴുകയാണോ? ജീവിതമൊന്നും ശാശ്വതമല്ല, ജീവിതമൊന്നും ശാശ്വതമല്ല. നാളെ മരണം പിടികൂടും, നാളെ മരണം പിടികൂടും. എന്ത് ഗ്യാരണ്ടി എനിക്കുള്ളത്? ഒരു ഗ്യാരണ്ടി എനിക്കില്ല. ഉണ്ടോ? ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? ആർക്കെങ്കിലും എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ? പറ്റത്തില്ല, പറ്റത്തില്ല. കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്
أو عابر السبيل كن في الدنيا كأنك غريب أو عابر السبيل. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ പിടിച്ചിട്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ ഇബ്നു ഉമറേ, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്. ഈ ഭൗതികമായ ലോകത്ത് നീ ജീവിക്കുമ്പോൾ ഒരു പരദേശിയെ പോലെ ജീവിക്കണം. ഒരു വിദേശിയായ മനുഷ്യൻ ഗൾഫിൽ പോയാൽ അയാൾ അവിടെ ജോലി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തിരിച്ചിവിടെ വരാനാണ് ആഗ്രഹിക്കുക. എൻ്റെ മോൾ എന്നെ കാത്തിരിപ്പുണ്ട്, എൻ്റെ വൈഫ് എന്നെ കാത്തിരിക്കുന്നുണ്ട്, എൻ്റെ ഉമ്മാൻ എനിക്ക് കാണാൻ തോന്നുന്നു, എൻ്റെ വാപ്പിച്ചാൻ്റെ അടുത്ത് എനിക്ക് പോകാൻ തോന്നുന്നു എന്നയാളുടെ മനസ്സ്. അയാൾക്ക് എത്രയും പെട്ടെന്ന് ആ ഡ്യൂട്ടി കഴിയുക, സമ്പാദിക്കുക, തിരികെ നാട്ടിലേക്ക് പോകുക, ഇതാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ശാശ്വതമായി വിദേശത്ത് കഴിയാൻ അയാൾ ആഗ്രഹിക്കില്ല. അതുപോലെ ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഒരു പരദേശിയെ പോലെ, പ്രവാസിയെ പോലെ ജീവിക്കണം. ഒരു വഴി യാത്രക്കാരനെ പോലെ. ഞാനൊരു യാത്രക്കാരനാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നോ മംഗലാപുരത്ത് നിന്നോ യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് എന്റെ പ്രഭാഷണം കഴിഞ്ഞ് ഞാനങ്ങ് തിരികെ പോകും. ഇവിടെ ഞാൻ തങ്ങുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു വഴി യാത്രക്കാരനെ പോലെയാണ് ദുനിയാവിനെ ഞാൻ കാണേണ്ടത്. ഒരു വഴി യാത്രക്കാരനെ പോലെയാണ് ദുനിയാവിൽ ഞാൻ വസിക്കേണ്ടത്. എന്റെ ശാശ്വതമായ ഭവനം എവിടെയാണ്? അത് ആഖിറമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്നു ഉമർ തങ്ങൾ പിന്നെയും പറയുന്നത് കാണാം, ഇദാ അംസൈത ഫലാ തംതളിരിസ് സ്വബാഹ വഇദാ അസ്ബഹത ഫലാ തംതളിരിൽ മസാ. മോനെ, നിനക്ക് പ്രഭാതമായാൽ നീ പ്രദോഷത്തെ പ്രതീക്ഷിക്കരുത്. നിനക്ക് പ്രഭാതം വന്നാൽ നീ പ്രദോഷത്തെ പ്രതീക്ഷിക്കരുത്. നിനക്ക് പ്രദോഷം വന്നാലോ നീ പ്രഭാതത്തെയും പ്രതീക്ഷിക്കരുത്. അതല്ലേ നിസ്കരിക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ ഇശാ നിസ്കരിക്കുമ്പോൾ ഞാൻ എൻ്റെ നിസ്കാരം എങ്ങനെയാകണം? അല്ലാഹുവേ, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്. ആ നിലയിൽ ചിന്തിച്ചുകൊണ്ടാണ് ഓരോ വഖത്ത് നിസ്കാരവും നിസ്കരിക്കേണ്ടത്. നാളെ സുബഹിയെ നമ്മൾ നിസ്കരിക്കുമെന്നറിയില്ല. നമുക്കൊരു ഗ്യാരണ്ടിയും പറയാനാകില്ല. എത്ര ആളുകൾ സുബഹി നിസ്കരിക്കുമെന്ന് പറയാൻ നമുക്ക് പറയാൻ ഗ്യാരണ്ടി കഴിയുന്നില്ല. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ ഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. അവമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ ഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. ആർക്കും നാം പെർമിഷൻ നൽകിയിട്ടില്ല. എന്നെന്നും ഇവിടെ ജീവിക്കാൻ ആർക്കും നമ്മൾ അവസരം കൊടുത്തിട്ടില്ല. പിന്നെ മരിച്ചാൽ എന്താണതിൽ അസാധാരണത്വമുള്ളത്? മരിക്കൂല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുവാണോ? എന്നെന്നും ഇവിടെ ശാശ്വതമായി കഴിയാമെന്ന് കാൽക്കുലേഷൻ നടത്തി സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണോ? അള്ളാഹു ചോദിക്കുകയാണ്. എന്റെ ചോദ്യമല്ല, എന്റെ ചോദ്യമല്ല. ഒരു ടൈം നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ടൈം എത്തുമ്പോ നമ്മൾ പിന്തൂല മുന്തൂല. കറക്റ്റ് ടൈം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ബൗൾഡ് ആകും, ക്ലോസ് ആകും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചാരത്തൊരു മനുഷ്യൻ കടന്നു വരികയാണ്. സുലൈമാൻ നബിയെ, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. എന്റെ ഉമ്മാനെ കാണണം, എന്റെ ഭാര്യയെ കാണണം, എന്റെ കുഞ്ഞുങ്ങളെ കാണണം. അവിടുത്തേക്ക് അല്ലാഹു കാറ്റിനെ അധീനപ്പെടുത്തി തന്നിട്ടുണ്ട്. കാറ്റിന്റെ സഹായത്തോടെ എത്രയും വേഗം എന്നെ വീട്ടിലെത്തിക്കണം നബിയേ.
ഒരു മനുഷ്യൻ വന്നിട്ട് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുത്തോട് ആവശ്യപ്പെട്ടപ്പോ സുലൈമാൻ നബി അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ കാറ്റിന്റെ സഹായത്തോടെ ഈ മനുഷ്യൻ അങ്ങ് വീട്ടിൽ പോയപ്പോഴോ അയാൾ യാത്രയാകുന്ന നേരത്തെ പിന്നാമ്പുറത്ത് നിന്ന് സുലൈമാൻ നബിയുടെ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഒരു ചിരിയുടെ ശബ്ദമാണ്. സുലൈമാൻ നബി പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ആരാണ്? ഞാൻ അസ്റായീലാണ് നബിയേ. എന്റെ അസ്റായീലേ, എന്റെ ആത്മാവിനെ പിടിക്കാൻ ടൈമായോ? ഇല്ല നബിയെ, അങ്ങയുടെ ആത്മാവിനെ പിടിക്കാനല്ല. അവിടുത്തെ ചാരത്ത് നിന്ന് കാറ്റിന്റെ സഹായം ചോദിച്ചു നാട്ടിലേക്ക് പോയ മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കാനാണ്. അള്ളാഹു എനിക്ക് അയാളുടെ ആത്മാവിനെ അയാളുടെ വീട്ടിൽ വെച്ച് പിടിക്കാനാ നിർദ്ദേശം തന്നത്. അള്ളാഹു അയാളുടെ ആത്മാവിനെ പിടിക്കാൻ എനിക്ക് പെർമിഷൻ തന്നത്, നിർദ്ദേശം തന്നത് അയാളുടെ വീട്ടിൽ വെച്ച് പിടിക്കാനാ. ഞാൻ വരുമ്പോ അയാൾ സുലൈമാൻ നബിന്റെ അടുത്ത് നിൽക്കുക. ഇനി എങ്ങനെ ഈ സുലൈമാൻ നബിന്റെ അടുത്ത് നിൽക്കുന്ന മനുഷ്യനെ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി ആത്മാവ് പിടിക്കുക എന്ന ടെൻഷനിലും കൺഫ്യൂഷനിലുമായിരുന്നു ഞാൻ. ഇപ്പൊ സൊല്യൂഷനായി, എനിക്ക് സന്തോഷമായി. അള്ളാഹു നിശ്ചയിച്ച ടൈമിനകത്ത് വെച്ച് അവന്റെ ആത്മാവിനെ അള്ളാഹു കാൽക്കുലേഷൻ നടത്തിയ സ്ഥലത്ത് വെച്ച് പിടിക്കാൻ എനിക്ക് അവസരമുണ്ടായല്ലോ. ആ സന്തോഷം കൊണ്ട് ചിരിച്ചു പോയതാണ് സുലൈമാൻ നബിയേ. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ ولا يستقدمون. അവധി എത്തിയാൽ ഒരു നിമിഷം നമ്മൾ അങ്ങോട്ട് പിന്തിക്കൂല. അവധി എത്തിയാൽ ഒരു നിമിഷം നമ്മൾ അങ്ങോട്ട് മുന്തിക്കത്തൂല്ല. അള്ളാഹുവിന്റെ അലംഘനീയമായ തീരുമാനമാണ്. കട്ടൻഡറി ഡിസിഷൻ ഓഫ് ഗോഡ്. അള്ളാഹുവിന്റെ അലംഘനീയമായ തീരുമാനമാണ്. ആർക്കും മറികടക്കാനാകില്ല. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കും എനിക്കറിയില്ല. ഞാൻ എവിടെ വെച്ച് നാളെ മരണപ്പെട്ടു പോകും എനിക്കറിയില്ല. അള്ളാഹുവിന്റെ വിളിയാളം വന്നാൽ നമ്മളെല്ലാവരെയും പിരിഞ്ഞേച്ചു പോകും. അന്ത്യമാം യാത്ര നീ തിരിക്കും. അവസാന വേദന നീ സഹിക്കും. ആറടി മണ്ണിൽ അലിഞ്ഞു ചേരും. ആരും സഹായത്തിനില്ലാതെ പോകും. ആരും സഹായത്തിനില്ലാതെ പോകും. ഇണ തുണയില്ലാതെ ഏകനായി ഈ ഭൂമിയിൽ മൃതദേഹമായി. ഉറ്റവരാരും വരില്ല നിന്നിൽ. ഉറ്റവരാരും വരില്ല നിന്നിൽ. ഒറ്റയ്ക്കു പാർക്കുന്ന ഖബറിനുള്ളിൽ. ഒറ്റയ്ക്കു പാർക്കുന്ന ഖബറിനുള്ളിൽ. മക്കള് വരുവോ? കൂട്ടുകാര് വരുവോ? ഭാര്യ വരുമോ? ഭർത്താവ് വരുമോ? സഹായികൾ ആരെങ്കിലും ഖബറിൽ വരുമോ? ആരും വരത്തില്ല. പണം സഹായത്തിനില്ല, പണ്ടം സഹായത്തിനില്ല. ഒരാളും നമ്മളെ ഖബറിൽ സഹായിക്കാൻ വരില്ല. ഒരു ദ്വീപിൽ ഒരു കൂട്ടുകാരന് 3 ഫ്രണ്ടുകൾ ഉണ്ടായിരുന്നു. ഒരു ദ്വീപിൽ ഒരു സഹോദരന് 3 സ്നേഹിതന്മാരുണ്ടായിരുന്നു. ഒരാളുടെ പ്രത്യേകത എന്താണ്? അയാളുടെ എല്ലാ കാര്യങ്ങൾക്കും അയാൾ കൂടെ ഉണ്ടാകും.
ഇയാൾ അറിയാതെ ഒരു കാര്യവും ഇയാൾ ചെയ്യാറില്ല. അത്ര വലിയ ഇന്റിമേറ്റ് ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട്. ഇനി രണ്ടാമതൊരാളുണ്ട്, അയാൾ ഇയാളോടൊപ്പമാ താമസിക്കുന്നത്, ഒരുമിച്ചിരുന്നിട്ടാ ഭക്ഷണം കഴിക്കുന്നത്. അത്രയും ബന്ധമുള്ളയാളാണ് രണ്ടാമത്തെയാള്. മൂന്നാമത്തെയാളോ കാണുമ്പോ വല്ലപ്പോഴും അസ്സലാമലൈക്കും വലൈക്കും സലാം ഇങ്ങനെയുള്ള ബന്ധമുള്ളയാളാണ് മൂന്നാമത്തെയാള്. ഞാനത് ചുരുക്കി പറയട്ടെ, ഒരു യാത്ര പോകാൻ പോകുകയാണ് ഈ മനുഷ്യൻ, ഈ സഹോദരൻ യാത്രയാകാൻ പോകുകയാണ്. ഒന്നാമത്തെ ആളിന്റെ സവിധത്തിൽ ചെന്നോ, എപ്പോഴും തന്നോടൊപ്പമുള്ള ഒരിടപാട് താൻ നടത്തുമ്പോൾ തന്നോടൊപ്പം നിൽക്കുന്ന ഒന്നാമത്തെ സ്നേഹിതനോട് പോയേച്ച് പറഞ്ഞു, ഞാനൊരു യാത്ര പോകുവാ, ഞാനൊരു യാത്ര പോകുവാ, അതിനെന്തോ വേണം, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, ഞാൻ നിങ്ങളുടെ കൂടെ വന്നേക്കാം, ഞാൻ നിങ്ങളുടെ ചാരത്ത് വന്നേക്കാം. രണ്ടാമത്തെ സ്നേഹിതന്റെ ചാരത്ത് പോയി, ഒപ്പം താമസിക്കുന്നേ, ഒരുമിച്ചു ഭക്ഷണം കഴിക്കുന്നേ. രണ്ടാമത്തെ കൂട്ടുകാരന്റെ ചാരത്ത് ചെന്നിട്ട് ഞാനൊരു യാത്ര പോകുവാ, അതിനെന്താ ഞാൻ കൂടെ വന്നേക്കാം, പക്ഷേ അതിർത്തി വരെ വരുള്ളൂ, അതിർത്തി വരെ വരുള്ളൂ. ഒന്നാമത്തെ കൂട്ടുകാരനും പറഞ്ഞതങ്ങനെയാണ്, രണ്ടാമത്തെ കൂട്ടുകാരനും പറഞ്ഞതങ്ങനെയാണ്, കൂടെ വന്നേക്കാം, പക്ഷേ അതിർത്തി വരെ വരത്തുള്ളൂ, പിന്നങ്ങോട്ട് വരത്തില്ല. മൂന്നാമത്തെ കൂട്ടുകാരനില്ലയോ, കാണുന്ന സമയത്ത് കൈയെടുത്ത് വെറുതെ ഒരു അസ്സലാമു അലൈക്കും പാസാക്കുന്നയാള് അയാളുടെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു സുദീർഘമായ യാത്ര പോകുകയാ, അതിനെന്താ, ഞാൻ നിങ്ങളുടെ ഒപ്പം വരാമല്ലോ, ഞാൻ നിങ്ങളോട് കൂടെ വരാമല്ലോ. ഈ മനുഷ്യൻ പറയുകയാണ്, മുഅ്മിനീങ്ങളെ, ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാണെന്നറിയുമോ? അവനറിയാതെ ഇവനൊരിടപാടും നടത്താത്ത കൂട്ടുകാരൻ, അത് പണമാണ്. ഇവൻ പോകുന്ന യാത്ര ഏതാണ്? മരണമാകുന്ന, ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത യാത്രയാണ്. രണ്ടാമത്തെ ഇവനോടൊപ്പം താമസിക്കുന്ന, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സ്നേഹിതനാരാണ്? അവന്റെ മക്കളാണ്, അവന്റെ ഭാര്യയാണ്, അവന്റെ ഉത്തമ ബന്ധുക്കളാണ്. അവരെല്ലാവരും ഇവനെ യാത്രയാക്കുന്നു. എവിടം വരെ? പള്ളിക്കാട്ടിലെ ഖബറിന്റെ ചാരത്ത് വരെ ഇവനെ യാത്രയാക്കുന്നു. മൂന്നാമത്തെ കൂട്ടുകാരനാരാണ്? വല്ലപ്പോഴുമൊക്കെയല്ലേ ഒരു ജുമയ്ക്ക് പള്ളിയിൽ പോകുള്ളൂ, വല്ലപ്പോഴൊക്കെയുമല്ലേ ഒരു സാധുവിനെ സഹായിക്കുകയുള്ളൂ. അത് സൽക്കർമ്മമാണ്. അവനവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന സൽക്കർമ്മങ്ങൾ അത് വല്ലപ്പോഴും മാത്രമാണ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരിക്കലൊരു ജുമയ്ക്ക് പള്ളിയിൽ പോകും, വല്ലപ്പോഴൊക്കും പെരുന്നാൾ വന്നാ പള്ളിയിൽ പോകും. അല്ലെങ്കിൽ പള്ളിയില്ല, അല്ലാഹു വേണ്ട, റസൂലുള്ള വേണ്ട, അങ്ങനെ പറഞ്ഞ് നമ്മൾ അങ്ങനെ കരുതിയ സൽക്കർമ്മങ്ങളുണ്ടല്ലോ. യത്ബഉൽ മൈത സലാസ അഹ്ലുഹു വമാലുഹു വഅമലുഹു വയർജിഉ ഇത്നാനി വയബ്ഖാ വാഹിദുൻ യർജിഉ അഹ്ലുഹു വമാലുഹു വയബ്ഖാ മൃതം ശരീരമുദൃഷ്ട്യാ കാഷ്ടലോഷ്ട സംസ്ഥിതം ഭൂമുഖാബാന്ധയാവാന്തി ധർമ്മിഷ്ഠമനുമച്ഛതി. ഭൂമുഖാബാന്ധയാവാന്തി ധർമ്മിഷ്ഠമനുമച്ഛതി. മനുസ്മൃതിയും പറയുന്നത് അങ്ങനെയാണ്. ഒരു മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോയാൽ അവന്റെ സമ്പത്ത് വരൂല, അവന്റെ മക്കള് വരൂല. വരുന്നതാരാണ്? യബ്ഖാമലുഹു, സുഹൃതങ്ങൾ മാത്രമാണ്, നല്ല കാര്യങ്ങൾ മാത്രമാണ്. എന്നിട്ട് ഖബറിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നാലോ, ആർക്കാ ധൈര്യമുള്ളത്?
പാതിരാത്രി സമയത്ത് എല്ലാവരും മരിച്ചു കിടക്കുന്ന പാനൂരിലെ പള്ളി ഖബർസ്ഥാനിൽ ഒരു ഖബറെടുത്തിട്ട് മരിക്കാതൊന്നു പോയി ഖബറിനകത്ത് രാത്രിയിൽ കിടക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും പിതാവിന്റെ മകനുണ്ടോ? ആർജവമുള്ള തന്റെ ഇടം കാണിക്കാൻ പറ്റുന്ന ആരേലും ഉണ്ടോ? ഒരാൾക്കും ധൈര്യം വരത്തില്ല, ഒരാൾക്കും ആർജവം ഉണ്ടാകത്തില്ല. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ. റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. സമ്പാദ്യ മുതലിൽ മുന്ന് മോനക്ഫാന, അതുമാത്രമല്ലതിലെപ്പോഴും വഹദാന. മണ്ണിന്റെ തലയണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത്. മെത്തയ്ക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, മെത്തയ്ക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ. സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. ഖബറെന്തൊരു വലിയ ഭയാനകമാണ് പെങ്ങളെ. ഖബറിന്റെ ഭീകരത എത്ര ഭീതിതമാണ് സഹോദരാ. കറണ്ടൊന്ന് പോകുന്ന നേരത്ത് നിന്റെ റൂമിന്റെ ഡോറൊന്ന് ലോക്ക് ചെയ്തിട്ട് നീ നിന്റെ ബെഡിൽ ഏകാന്തമായൊന്ന് കണ്ണടച്ച് കിടന്നിട്ട് ഞാനിപ്പോൾ കിടക്കുന്നത് ഖബറിലാണെന്ന് ജസ്റ്റ് ഇമാജിനേഷൻ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ മോളെ. ആരാണ് ഖബറിന്റെ ഭീതിതമായ ഭീകരമായ ഭീഭത്സമായ രാക്ഷസീയ വന്യമായ കൂരിരുട്ടിന്റെ അഗാധതയിൽ 6 അടി മണ്ണിന്റെ അകത്തളത്തിൽ പള്ളി ശ്മശാന ഭൂമിയിലെ ഏകതയുടെ മൂകതയുടെ അന്തരാളങ്ങളിൽ കടന്നു വരാൻ ധൈര്യമുള്ളത് ആർക്കാണ്? ആർക്കും ധൈര്യമില്ല. ആ ഭയാനകമായ ഖബർ, ആ ഭയാനകമായ ഖബറിന്റെ ഉള്ളിൽ എന്തൊക്കെയാ നടക്കുക എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയുമോ? കഴിയില്ല. കാണാൻ കഴിയുമോ? കഴിയില്ല. എന്താണ് ഖബറിന്റെ ഉള്ളിൽ? അവിടെ എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്യത്തില്ല, അവിടെ ബെഡ് ഉണ്ടാവത്തില്ല, അവിടെ പിലോസുകൾ ഉണ്ടാകത്തില്ല, അവിടെ മണ്ണ് വിരിച്ച തറയാണ്. ആ ഖബറിന്റെ അകത്ത് ഞാനും നിങ്ങളും കിടക്കേണ്ടവരാണ്. എത്രയോ മഹാന്മാർ ഖബറുകൾ കണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു പോയില്ലേ? സയ്യിദുന ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ, സയ്യിദുന ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒലിക്കുന്നതാണിരു നയനവും ക്ഷണം തന്നെ. എന്താണ് ഖബർ? ചിതല്, വലിയ ചിതല്. നമ്മളിങ്ങനെ നമ്മളെ വിരൽ നോക്കാം, ആ വിരലിന്റെ വലിപ്പത്തിലുള്ള ചിതലുകൾ. പെങ്ങളെ, എന്റെ ഉമ്മ, എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളുടെ ശരീരത്തിലൂടെ നമ്മുടെ വിരലിന്റെ വലിപ്പമുള്ള വലിയ വലിയ ചിതലുകള് കാർന്ന് കാർന്ന് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് നിരച്ചു കയറുന്നു എന്ന് സങ്കല്പിച്ചു നോക്കാം. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ ഖബറിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കിടക്കുന്നു നിശ്ചലമായിട്ട്. ഒന്ന് മോളാൻ പോലുമാകില്ല, ഒന്ന് തട്ടാൻ പോലുമാകില്ല. ആ ഖബറിൽ ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ,
ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ പെങ്ങളെ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ ആരുമാരും വരത്തില്ല ഖബറിന്റെ ഉള്ളിൽ ആരുമാരും വരത്തില്ല കാർഡിൽ റേഷൻ വേണ്ട പോലെ അതിലുണ്ട് ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട് അവർക്ക് ക്യൂ പാലിക്കാൻ നേരമില്ല പരസ്പരം മത്സരത്തിലാണ് അവർ പരസ്പരം മത്സരിച്ച് നമ്മളെ തിന്നുകയാണ് ഞാനും നിങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ഈ ശരീരമുണ്ടല്ലോ ഒരു 3 ദിവസം കഴിയുമ്പോൾ ഖബറിന്റെ അഗാധതയിൽ വെച്ച് പൊട്ടി ഒഴുകുകയാണ് അത് ചീഞ്ഞ് നാറാൻ തുടങ്ങുകയാണ് അഴുകാൻ തുടങ്ങുകയാണ് കണ്ടിട്ടില്ലയോ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ വിളയിലോ നമ്മുടെ വസ്തുക്കളിലോ ഭൂമിയിലോ എവിടെയെങ്കിലും ഒരു എലി ചത്തുകിടന്നാൽ ഒരു 3 ദിവസം കൊണ്ട് ആ എലിയുടെ അവസ്ഥ എന്താ മനുഷ്യ എന്റെ അവസ്ഥ അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ അങ്ങനെയാണ് ജീവനില്ലാതെ ഖബറിന്റെ അഗാധതയിൽ നമ്മൾ പോയാൽ നമ്മുടെ ശരീരം മുഴുവനും അഴുകുന്നതാണ് അഴുകുന്നതാണേ 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2 പെങ്ങളെ ഒരുപാട് തവണ സുറുമ എഴുതിയ കണ്ണുകളില്ലേ ബ്ലക്ക് ചെയ്ത് ക്ലീൻ ഷേവാക്കിയ കണ്ണുകളില്ലേ അതിന്റെ സ്ഥാനത്ത് വലിയ 2 ഗുഹകൾ ഉണ്ടാകുകയാണ് ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2 നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് ഒരു വാപ്പാന്റെ മോനും അത് നോക്കി നിൽക്കാൻ ധൈര്യമില്ല ഇതൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ ചിന്തിച്ച് നമ്മൾ കരഞ്ഞ് ഖബറിന്റെ ഭയാനകതയെ കുറിച്ച് നാനും നിങ്ങളും ആലോചിച്ചാൽ ഒരുപക്ഷേ നമ്മുടെ ഖബർ റൗളത്തും മിൻ റിയാദിൽ ജന്ന സ്വർഗീയ ആരാമങ്ങളിലെ ഒരു ആരാമമാണ് ഖുഫ്റത്തും മിൻ ഖുഫരിൻ നീറാൻ അല്ലെങ്കിൽ നാരകീയ അഗ്നികുണ്ടാരങ്ങൾ ഉണ്ടാകുന്ന നരകക്കുണ്ടാണ് അതുകൊണ്ടാണ് ഖബറിൽ രക്ഷപ്പെടാൻ ഞാനും നിങ്ങളും തയ്യാറെടുക്കണം സയ്യിദനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുന്ന നേരത്തെ കരയുകയാണ് എന്തിനാണ് ഉസ്മാൻ തങ്ങളെ നിങ്ങൾ ഖബർ കാണുമ്പോൾ ഇങ്ങനെ വല്ലാതെ കരയുന്നത് എന്തിനാണ് ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുകയാണ് അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ പാരത്രിക ലോകത്തേക്കുള്ള സഞ്ചാര വഴിയിൽ ആദ്യത്തെ ഭവനം ഖബറാണ് ആ ഖബറിൽ ഞാൻ രക്ഷപ്പെട്ടാലോ എനിക്ക് ആഖിറം മുഴുവനും രക്ഷയാണ് തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ പരലോകയാത്രയ്ക്കുള്ള വഴി ആദ്യം ഇതാ ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ അല്ലാതിരുന്നാൽ എപ്പോഴും വന്നഷ്ടമാ ഖബറിൽ ഞാനങ്ങ് രക്ഷപ്പെട്ടാൽ എന്റെ ആഖിറം രക്ഷയാണ് ഖബറിൽ ഞാനങ്ങ് പരാജയപ്പെട്ടാൽ
ചെയ്താലോ എന്റെ ആഖിറം പരാജയത്തിലാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അറിയുമോ? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരാളെ അയക്കുകയാണ്. മന്ത്ലി സാലറി കൊടുത്തേച്ച് മാസമാസം ശമ്പളം കൊടുത്തിട്ട് ഒരാളെ നിയോഗിച്ചു. അയാളുടെ ഡ്യൂട്ടി എന്താണെന്നറിയുമോ? രാവിലെ മസ്ജിദുൻ നബവിയിൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന ഉമറുൽ ഫാറൂഖിന്റെ മുന്നിലേക്ക് ആ മനുഷ്യൻ കടന്നു വന്നിട്ട് വിളിച്ചു പറയുകയാണ്, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപതിയായ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇസ്ലാമിക ലോകത്തിന്റെ അധീശാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങൾ മരിക്കേണ്ടയാളാണ്, നിങ്ങൾ മരിക്കേണ്ടയാളാണ്, നിങ്ങൾ ഇന്നോ നാളെയോ ഈ ലോകത്ത് നിന്ന് യാത്ര പോകേണ്ടയാളാണ്. ആ മനുഷ്യന്റെ ഡ്യൂട്ടി ഏതാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഏൽപ്പിച്ചതാണ്. എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ വൈകുന്നേരം ഇശാ നിസ്കാര അനന്തരം ആ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഇടതുഭാഗത്ത് വന്നിട്ട് വിളിച്ചു പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ്, അറേബ്യ രാജ്യത്തിന്റെ അധിപതിയായി കിസ്റായുടെയും കൈസറിന്റെയും കോട്ടകുത്തളങ്ങളെ കിടുകിടാവിറപ്പിക്കുന്ന ഖത്താബിന്റെ മകൻ ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങൾ മരിക്കേണ്ടയാളാണ്, നിങ്ങൾ മരിക്കേണ്ടയാളാണ് എന്നിങ്ങനെ വലതുഭാഗത്തു വന്ന് ഇടതുഭാഗത്തു വന്ന് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അന്തരാളങ്ങളിൽ തിപ്പടക്കം സൃഷ്ടിച്ചുകൊണ്ട് പറയുകയാണ്, മുഅ്മിനീങ്ങളെ, ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കണ്ണാടി നോക്കുകയാണ്. ദർപ്പണം നോക്കുന്ന സമയത്ത് താടിരോമങ്ങളിൽ ഒന്നിങ്ങനെ നരച്ചു കാണുകയാണ്. താടിരോമങ്ങളിൽ ഒന്ന് നരച്ചു കാണുന്ന സമയത്തോ ആ താടിരോമങ്ങളിൽ ഒരു വെള്ളി വര ഇങ്ങനെ കാണുമ്പോൾ, ഒരു രോമം ഇങ്ങനെ വെളുത്തത് കാണുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചാരത്ത് വന്ന മനുഷ്യനെ അടുത്ത് വിളിച്ചിട്ട് ഖത്താബ് തങ്ങൾ പറയുകയാണ്, സഹോദരാ, നിന്നെ ഞാൻ എന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നില്ലേ എന്ന ഖുർആനിന്റെ വിവക്ഷ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങൾ അടക്കമുള്ള മഹാന്മാര് പറയുന്നത്, ഉപ്പമാരെ, എന്റെ മുഅ്മിനീങ്ങളെ, നമുക്ക് നരബാധിക്കുന്ന ടൈമിനകത്ത് ആ നര നമുക്ക് മുന്നറിയിപ്പാണ്. ഇത്രയും കാലം നമ്മുടെ ശരീരത്തിൽ നല്ല കറുകറുത്ത രോമമാണ്, എന്നാൽ അവിടെ നര കാണുന്നില്ലേ? അത് പരലോകത്തേക്കുള്ള നമുക്കുള്ള മുന്നറിയിപ്പാണ്. ബനൂ ഇസ്രായേലിൽ ഒരാളുണ്ടായിരുന്നു. അയാളുടെ ജീവിതം എങ്ങനെയാണ്? ആദ്യത്തെ 10-20 കൊല്ലക്കാലം അയാൾ തോന്നിവാസിയായി ജീവിച്ചു. എല്ലാ ജനങ്ങളും അയാളെ വെറുത്തു. അയാൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പശ്ചാത്താപ ബോധമുണ്ടായി. അയാൾ ആ പഴയ ജീവിതങ്ങളെല്ലാം മാറ്റിവെച്ചു. പിന്നീട് അയാൾ നല്ലൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അതാ 10-20 കൊല്ലക്കാലം അങ്ങനെ അങ്ങ് കഴിഞ്ഞുപോയി. അതാ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അയാൾ ആലോചിക്കുകയാണ്, ആദ്യത്തെ 20 കൊല്ലം ഞാൻ തോന്നിവാസിയായി ജീവിച്ചു, ഇനി രണ്ടാമത്തെ 20 കൊല്ലം സുഹൃതവാനായി ജീവിച്ചു, ഇനിയും അങ്ങ് തോന്നിവാസിയായേക്കാം, അടുത്ത 20 വർഷം സുഹൃതവാനായേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് രണ്ടാമതും മൂന്നാമതും അയാൾ തോന്നിവാസിയാകാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം അയാൾ വേശ്യാലയത്തിൽ പോകാൻ വേണ്ടി കുളിച്ചു ഫ്രഷായി തന്റെ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് മൊഞ്ചായി കൊണ്ട് നിൽക്കുന്ന സമയത്ത് അയാളുടെ മുടിയുടെ കറുത്ത തലമുടികളിൽ ഒന്നിങ്ങനെ നരച്ച് കാണുകയാണ്. അയാൾ കോതിക്കൊണ്ടിരുന്ന ചീർത്തുകൊണ്ടിരുന്ന ചീപ്പെടുത്ത നിലത്തേക്ക് വലിച്ചെറിയുകയാണ്. റബ്ബേ, നിന്റെ ലോകത്ത് ഞാൻ ഇത്രയും കാലം ആഡംബരപ്രിയനായി തോന്നിവാസിയായി ജീവിച്ചു, ഇതാ എന്റെ തലയിൽ ഒരു നരച്ച മുടി വന്നിരിക്കുന്നു, എനിക്കത് മുന്നറിയിപ്പാണ്. ഇല്ല ഇല്ല നാഥാ, നിന്റെ വഴി വിട്ട് ഞാൻ ഈ ഒരു ജീവിതവുമില്ല റബ്ബേ. ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ? ആവിട്ട് നിലവിളിച്ച് ആർത്തട്ടഹാസം മുടക്കി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ആ മനുഷ്യനങ്ങ് ദുആയിരക്കാൻ തുടങ്ങി. അന്നേരത്തെ അശരീരി കേൾക്കുകയാണ്, മോനെ,
ആദ്യത്തെ 20 കൊല്ലക്കാലം നീ തോന്നിവാസിയായി നടന്നു, പക്ഷേ നിന്നെ ഞാൻ പിടിച്ച് ശിക്ഷിച്ചില്ല, നിനക്കൊരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. രണ്ടാമത്തെ 20 വർഷക്കാലം നീ നല്ല സുഹൃതവാനായി നടന്നു, അപ്പോഴും ഞാൻ നിനക്ക് അനുഗ്രഹങ്ങൾ ധാരാളം തന്നു, നിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മൂന്നാമതും നീ തോന്നിവാസിയാകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിൽ വെറുപ്പുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നീ കണ്ണീരോടെ പശ്ചാത്തപിച്ചപ്പോൾ എനിക്ക് നിന്നോട് സ്നേഹമാണ്. പശ്ചാത്തപിച്ചു മടങ്ങി വരൂ. ഇന്നല്ലാഹ ഗഫൂറുർ റഹീമാ. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഇങ്ങനെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആലോചിക്കും, അഫഹസിബ്തും أنما خلقناكم عبثا وأنكم إلينا لا ترجعون. ആലോചിക്കുക, നമ്മളെ വെറുതെ അല്ല പടച്ചതാണോ? അല്ല ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ധരിച്ചുവോ? നിങ്ങളൊക്കെ കരുതി വെച്ചോ? നിങ്ങളൊക്കെ മനസ്സിലാക്കിയോ? നിങ്ങളൊക്കെ കാൽക്കുലേഷൻ നടത്തിയോ? നിങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ അല്ല നിങ്ങളെയൊക്കെ പടച്ചതാണെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചോ? അല്ല അല്ല. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. എന്റെ അടുത്ത് നിങ്ങൾ ആരും മടങ്ങി വരൂലെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കിയോ? എന്റെ ചാരത്തേക്ക് നിങ്ങളൊക്കെ തിരികെ വരൂലെന്ന് നിങ്ങളൊക്കെ കണക്ക് കൂട്ടിയോ? അതെല്ലാം പിഴവാണ്. നിങ്ങൾ വെറുതെ പടയ്ക്കപ്പെട്ടവരാണെന്നും നമ്മുടെ അടുത്തേക്ക് നിങ്ങൾ തിരിച്ചു വരൂലെന്നും നിങ്ങൾ കണക്ക് കൂട്ടിയോ? നിങ്ങൾ കരുതിയോ? അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇന്നോ നാളെയോ ഞാനും നിങ്ങളും തിരികെ പോകേണ്ട ആളുകളാണ്. അതുകൊണ്ട് എന്റെ കൽബിന്റെ വിളക്കായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പടച്ച റബ്ബിനെ വഴിപ്പെട്ട് റസൂലുള്ളാഹിക്ക് അനുസരിച്ച് നമ്മൾ നല്ല ജീവിതം നയിച്ചാൽ മരിക്കുന്ന സമയത്ത് സ്വാലിഹീങ്ങളെ പോലെ അങ്ങ് മരണപ്പെടാം. മുൻഗാമികളായ നല്ല നല്ല മുഅ്മിനീങ്ങളൊക്കെ നല്ല നല്ല മരണം വരിച്ചവരാ. എത്രയോ എത്രയോ ആളുകളാണ് സുബ്ഹാനല്ലാഹ് നടുറോഡിൽ പിടഞ്ഞ് മരിക്കേണ്ടി വരുന്നത്, ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടേണ്ടി വരുന്നത്, ആരുടെയൊക്കെയോ കൊലപാതകങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നത്, ഏതൊക്കെയോ സ്ഥലത്ത് വെച്ച് വെള്ളപ്പൊക്കത്തിൽ മരണപ്പെട്ടു പോകുന്നത്, എങ്ങനെയൊക്കെയോ ഗ്യാസ് സിലിണ്ടർ ഡിസാസ്റ്റർ പോലെയുള്ള ദുരന്തങ്ങളിൽ കത്തി മരണപ്പെട്ടു പോകുന്നത്. എത്ര ആളുകൾക്കാണ് അല്ലാഹു അത്തരം ദുരന്തപൂരിതമായ മരണം നൽകിയത്. എപ്പോഴും നമ്മൾ ദുആ ഇരക്കേണ്ടതാ, എപ്പോഴും അല്ലാഹുവിനോട് തേടേണ്ടതാ, റബ്ബേ എന്റെ മരണം നന്നാക്കണേ അല്ലാ. അവസാനത്തെ ശ്വാസം വലിക്കുമ്പോൾ ഹബീബിനെ കണ്ട് പുഞ്ചിരിച്ച് ഷഹാദത്ത് പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ എന്ന് നമ്മൾ എല്ലാ ദിവസവും ദുആ ഇരക്കണം മുഅ്മിനീങ്ങളെ. ഈ അടുത്ത സമയത്ത് ഗൾഫിൽ ഒരു സഹോദരൻ ഒരു സംഭവം പറഞ്ഞു. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചുകൊണ്ട് നിൽക്കുന്ന സഹോദരൻ ഏതോ ഒരു പെട്രോൾ അടിക്കാൻ വന്ന കാറിൽ വന്നയാൾ മൊബൈൽ യൂസ് ആക്കുമ്പോൾ അതിനകത്ത് നിന്ന് എന്തോ സംഭവിച്ചിട്ട് സുബ്ഹാനല്ലാഹ് പെട്രോൾ പമ്പ് മുഴുവനും അങ്ങ് കത്തുകയാണ്. പെട്രോൾ അടിച്ചുകൊണ്ട് നിന്ന മനുഷ്യൻ ഒരു തീപ്പന്തം പോലെയായി കത്തുകയാണ്. എവിടേക്കോടാനാണ്? ആ വാഹനത്തിലിരുന്ന ആളുകൾ മുഴുവനും അങ്ങ് കത്തിപ്പോവുകയാണ്. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ചിലപ്പോ അങ്ങനെയൊക്കെയാണ് മുഅ്മിനീങ്ങളെ. നമ്മൾ അവന്റെ അടിമകളാണ്. അവനെ ചോദ്യം ചെയ്യാൻ നമുക്കാർക്കും അധികാരമില്ല. പക്ഷേ അള്ളാഹുവിനോട് നമുക്ക് കണ്ണീരൊലിപ്പിച്ച് ദുആയിരുന്നാൽ കാരുണ്യവാനായ കരുണക്കടലായ റബ്ബ് നമുക്ക് സ്വാലിഹീങ്ങളുടെ മരണം തന്നേക്കാം. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ എല്ലാവരും അല്ലാഹ്
അല്ലാഹുവിനോട് എപ്പോഴും നല്ല മരണത്തെ സംബന്ധിച്ച് ചോദിക്കണം. നമ്മുടെ ഉപ്പമാര്, നമ്മുടെ ഉമ്മമാര്, എന്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതന്റെ ഉമ്മ ഗ്യാസ് സിലിണ്ടർ ഡിസാസ്റ്ററിലാണ് മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ, ആ പൊന്നുമോന്റെ ഉമ്മാക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാ. നമ്മുടെ ഉമ്മമാര് നമുക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാനും നമുക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കാനുമാണ് അടുക്കളയിൽ പോയത്. ഗ്യാസ് സിലിണ്ടർ ചോർച്ചയുണ്ടായിട്ട് ആ ഡേഞ്ചർ മനസ്സിലാക്കാതെ അടുക്കളയിൽ പൊന്നുമോൻ വന്നപ്പോൾ ആ പൊന്നുമോന് ടീ ഉണ്ടാക്കി കൊടുക്കാൻ, ഒരു കോഫി ഉണ്ടാക്കാൻ വേണ്ടി ഗ്യാസ് സിലിണ്ടർ കത്തിക്കുമ്പോൾ ഒരു വലിയ തീ ഗോളമായി ആളിക്കത്തിയിട്ട് ആ അടുക്കളയും ഉമ്മയും വീടുമടക്കം കത്തിക്കരിഞ്ഞു പോകുന്ന ദുരന്തങ്ങൾ എത്രയെത്ര ദുരന്തങ്ങളാ. ദിനം പ്രതി പത്രം വായിക്കുമ്പോൾ എത്രയെത്ര ആക്സിഡന്റുകളാ. നമ്മളൊക്കെ വിചാരിക്കും അത് കൂത്തുപറമ്പിൽ സംഭവിച്ചതല്ലേ, തലശ്ശേരിയിൽ സംഭവിച്ചതല്ലേ, കണ്ണൂരിൽ സംഭവിച്ചതല്ലേ, തിരുവനന്തപുരത്ത് സംഭവിച്ചതല്ലേ. അതല്ലെങ്കിൽ ആലോചിക്കേണ്ടതുണ്ടാ, ഞാനും ഡ്രൈവ് ചെയ്യുന്നയാളാ, എനിക്കും വാഹനമുള്ളയാളാ, ഞാനും റോഡിലൂടെ സഞ്ചരിച്ചു പോകുന്നയാളാ, എനിക്ക് വാഹനമില്ലല്ലോ, ഞാൻ ഡ്രൈവിംഗ് അറിയാത്ത ആളാണല്ലോ എന്ന് മനസ്സിലാക്കി ആരും സന്തോഷിക്കണ്ട. റോഡിന്റെ സൈഡിലൂടെ നടന്നു പോകുന്ന എത്രയെത്ര ആളുകളെയാണ് നിയന്ത്രണം വിട്ട അനിയന്ത്രിതമായ വാഹനങ്ങൾ വന്നിടിച്ചിട്ട് പിടഞ്ഞ് പിടഞ്ഞ് മരണപ്പെട്ടു പോകുന്നത്. അങ്ങനെ ഏത് കോലത്തിലാ എപ്പോഴാ അല്ലാഹുവിന്റെ തീരുമാനം വരാൻ പറയുന്നതെന്ന് അറിയുന്നില്ല. എന്റെ കണ്ണൂരിലെ പാനൂരിൽ ഒരുമിച്ച് കൂടിയ പെങ്ങളെ, പാതിരാത്രി സമയത്ത് നീ മൊബൈൽ ഫോൺ പിടിച്ചിട്ട് ഏതോ കാമുകന്റെ കൂടെ നീ രതിസല്ലാപം മൊബൈൽ ഫോണിലൂടെ നടത്താറില്ലേ പെങ്ങളെ? അത് വലിച്ചെറിയണേ മോളെ. ഈ കാമുകൻ നിന്റെ ഖബറിൽ വരില്ല കേട്ടോ. രാവിലെ കോളേജിലേക്കാന്നും പറഞ്ഞിറങ്ങി നീ വീട്ടിൽ നിന്ന് പോകും. ഹാജിയാരുടെ മോളാ, ഉസ്താദിന്റെ മോളാ, വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ മോള് പറയുന്നതെന്തും വിശ്വാസമാ. ആരുമാരും മോളെ ചോദ്യം ചെയ്യത്തില്ല, ആരുമാരും മോളെ സംശയിക്കത്തില്ല. പർദ്ദയിട്ട് മഫ്തയിട്ട് നിന്റെ കാമുകൻ വിളിച്ചപ്പോൾ കൂത്തുപറമ്പങ്ങാടിയിൽ വെച്ച്, പാനൂരിലെ സിറ്റിയിൽ വെച്ച്, കണ്ണൂരിൽ വെച്ച് നീ അവന്റെ ബൈക്കിനകത്ത് കയറിയിട്ട് റോഡ് ചുറ്റാനും നാട് കാണാനും ബീച്ചിലും പാർക്കിലും പോകുന്ന നേരത്ത് എതിരെ വരുന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവർക്ക് ഒരു അശ്രദ്ധയുണ്ടായി. നിന്റെ ബൈക്ക് ഇടിച്ചു നീയും നിന്റെ കാമുകനും കൂടി നടു റോഡിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചാൽ, പൊന്നുമോളെ, മരണപ്പെടുന്ന നിന്റെ ജനാലയെടുത്ത് പാനൂരിലെ പള്ളി ഖബറിസ്ഥാനിൽ കൊണ്ട് താഴ്ത്തി വെച്ചാൽ ആരാണ് ഖബറിൽ വരുന്നതാരാണ് മോളെ? ആരും ഖബറിൽ വരില്ല. എന്റെ കൽവിന്റെ കഷ്ണങ്ങളായ, എന്റെ ഹൃദയത്തിന്റെ ഭാഗങ്ങളായ ഈ ദീനിന്റെ കാവൽ ഭടന്മാരായ ചെറുപ്പക്കാരെ, ഈ കാലഘട്ടം എല്ലാ അർത്ഥത്തിലും നമ്മളെ തോന്നിവാസങ്ങളിലേക്ക് വിളിക്കുന്ന കാലഘട്ടമാണ്. അങ്ങാടിയിലേക്കൊന്നിറങ്ങി ഹറാം കാണാതെ നടക്കാൻ നമുക്ക് കഴിയില്ല. അതേ അവസാന കാലഘട്ടത്തിലേക്കാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല പെങ്ങന്മാരും പൈപ്പ് പർദ്ദയാ, ടൈറ്റ് പർദ്ദയാ, സ്കിൻ ഫിറ്റ് പാന്റാ അതൊക്കെ കാണിച്ചിട്ട് അന്യ ആണുങ്ങളെ ആകർഷിപ്പിക്കും വിധത്തിൽ ചാഞ്ഞും ചരിഞ്ഞും നടക്കുന്ന പെങ്ങന്മാര് ഈ സമുദായത്തിന് ശാപമാണ്. ഇതൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ദേഷ്യം തോന്നുവോ? പെങ്ങളെ, വൈരാഗ്യമുണ്ടായിട്ടോ ദേഷ്യമുണ്ടായിട്ടോ കഥയില്ല. നിന്റെ സഹോദരനാണ് പറയുന്നതെന്ന് നീ മനസ്സിലാക്കിയാൽ മതി. ഖബറിന്റെ ഭയാനകതയിൽ വെച്ച് തെരുവിലൂടെ അന്യ ആണുങ്ങളെ കാണിച്ച് നീ നിന്റെ സൗന്ദര്യം കാണിച്ച് നിന്റെ മാതകത്തിടമ്പുള്ള ശരീരം പ്രദർശിപ്പിച്ച് പെർഫോം ചെയ്ത് ഷൈൻ ചെയ്ത് നടന്നപ്പോൾ പള്ളിക്കാട്ടിലെ ഖബറിന്റെ അഗാധതയിൽ വലിയ വലിയ സർപ്പങ്ങളും പാമ്പുകളും തേളുകളും ചുടലുകളും നിന്റെ ശരീരത്തിൽ ആകമാനം അരിച്ചരിച്ചരിച്ചരിച്ചിറങ്ങുമ്പോൾ നീ അവിടെ കിടന്ന് അല്ലാ 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 എന്ന് നിലവിളിച്ചാൽ അവിടെ ഏത് കാമുകനാ കൂട്ടുവരിക? അങ്ങനെ ഉണ്ടാകാതിരിക്കാനാ, ഖബർ സ്വർഗമാകാനാ. എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവാണ് നിനക്കെല്ലാം തന്നത്. നിനക്ക് സൗന്ദര്യം തന്നത് അല്ലാഹുവാണ്. എല്ലാം നിനക്ക് നൽകിയത് അല്ലാഹുവാണ്. അന്യ പെണ്ണിനെ വിളിക്കാൻ പാടില്ല, അവൾക്ക് SMS അയക്കാൻ പാടില്ല. ദീനിനെ വിട്ട് നീ അല്ലാഹുവിനെ മറന്നു തോന്നിവാസം ചെയ്യുമ്പോൾ നീ
വിചാരിക്കും എന്റെ പ്രൈവറ്റ് AC റൂമിനകത്ത് എന്റെ ഗൾഫിൽ പോയ വാപ്പ സമ്പാദിച്ച വലിയ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ ആരും കാണാതെ എന്റെ വലിയ ഫോൺ എടുത്തു വെച്ച് എന്റെ ഗാലക്സി മൊബൈലിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട കാമുകിക്ക് ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോ അള്ളാഹ് എന്ത് കുന്ത്രാണ്ടവാ എന്നെ കാണിക്കാൻ പറ്റുന്നത്, ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നീ അങ്ങ് മനസ്സിലാക്കല്ലേ മോനെ. അല്ലാഹുവിന്റെ അലംഘനീയമായ വിധി ഏത് നിലയ്ക്കാ വരികയെന്നറിയില്ല. നീ പത്രങ്ങൾ വായിക്കാറില്ലേ? ഫിലിപ്പീൻസിൽ കൊടുങ്കാറ്റടിച്ചതറിയില്ലേ? അമേരിക്കയിൽ കത്രീനയും റീത്തയും ഒക്കെ അടിച്ചതറിയില്ലേ? അമേരിക്കയിലും ഫിലിപ്പീൻസിലും സുമാത്രയിലുമെല്ലാം സുനാമി അടിച്ചതറിയില്ലേ? ആ അല്ലാഹുവിനെ നീ ഇങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് തോന്നിവാസം നടത്തിക്കൊണ്ട് കിടക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് നിന്റെ ബിൽഡിങ്ങിലടക്കം നിന്റെ നാട് മുഴുവനും ഒരു ഭീകരമായ ഭൂകമ്പമുണ്ടാക്കിയിട്ട് തകർത്ത് തരിപ്പണമാക്കി ഭൂമിയുടെ അഗാധതയിലേക്ക് താഴ്ത്തിക്കളയാൻ അല്ലാഹു കഴിവില്ലാത്തവനാണോ? അല്ലല്ലോ. അതുകൊണ്ട് ആ അല്ലാഹുവിനെ ഞാനും നിങ്ങളും പേടിക്കണം മുഅ്മിനീങ്ങളെ. ആ അല്ലാഹുവിനെ ഞാനും നിങ്ങളും ഭയപ്പെടണം മുസ്ലിമീങ്ങളെ. എപ്പോഴും നമുക്ക് അല്ലാഹു എന്ത് തോന്നിവാസം ചെയ്യാനും ഇങ്ങനെ നമുക്ക് ലൈസൻസ് തന്നതുപോലെ നമുക്ക് അനുഭവപ്പെടും. ഞാൻ എത്ര എന്തൊക്കെ കാണിച്ചിട്ടും ആരും കണ്ടില്ലല്ലോ, ആരും അറിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ നീങ്ങുകയാണ്. അള്ളാഹുവിനൊരു പോളിസിയുണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയ പോളിസി. അള്ളാഹു അക്രമികളെയും തോന്നിവാസികളെയും ഒക്കെ താമസം ചെയ്യുന്ന റബ്ബാണ്. പെട്ടെന്നൊന്നും പിടിക്കൂല, പെട്ടെന്നൊന്നും അള്ളാഹു ആരെയും പിടിക്കില്ല. ഫറോവാക്ക് അള്ളാഹു അധികാരം കൊടുത്തില്ലേ? നമ്രൂദിന് അള്ളാഹു അധികാരം കൊടുത്തില്ലേ? നാളെ നമുക്ക് പറയേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റടുത്തേക്ക് വരുമോ? ഇന്നീ മജ്ലിസ് നമുക്ക് ഇവിടെ ഇന്ന് സമാപനം കുറിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പറഞ്ഞത് മുഴുവനും നമ്മൾ കേട്ടത് മുഴുവനും അവന്റെ അടുക്കൽ പൊരുത്തമുള്ള സൽക്കർമ്മമായി അവൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇബ്നു ഹിറാസ്, ഇബ്നു ഹിറാസ് തങ്ങളാരാണ്? ശ്രദ്ധിച്ച് കേൾക്കണം മുഅ്മിനീങ്ങളെ. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. ഇമാം നസായിയുടെയും തുർമുദിയുടെയും അബൂദാവൂദിന്റെയും മുസ്ലിമിന്റെ അടക്കം സിഹാഹുസ് സിത്തയുടെ 6 പണ്ഡിതന്മാരുടെയും ഉസ്താദായി വരുന്നയാളാണ് റിബഈ ഇബ്നു ഹിറാസ് ഇബ്നു ജഹ്ശിൽ അബസി റഹിമഹുല്ലാഹ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അവിടുത്തെ സ്വഹീഹ്, ആ സ്വഹീഹ് മുസ്ലിം എന്ന് പറയുന്ന വ്യാഖ്യാന ഗ്രന്ഥം ഇമാം മുസ്ലിം നൈസാബൂരി തങ്ങളുടെ സ്വഹീഹ് മുസ്ലിമിനെ വ്യാഖ്യാനം എഴുതിയ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിന്റെ ആദ്യത്തിൽ പ്രബലരായ റിപ്പോർട്ടേഴ്സിനെ, പ്രബലരായ റാവിമാരെ പരാമർശിക്കുന്നിടത്ത് പറയുന്നത് കാണാം. റിബഈ ഇബ്നു ഹിറാസ് ഇബ്നു അബസിൽ റഹിമഹുല്ലാഹ് والربيعي تابعي كبير جليل لم يكذب قط وخلف أنه لا يلحق حتى يعلم أين مصيره فما لحق إلا بعد موته. ആരാണ് റിബഈ ഇബ്നു ഹിറാസ്? ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത മഹാനാണ്. ഉമ്മമാരെല്ലാം അവിടെ ഇരിക്കണം. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത മഹാനാണ് റിബഈ ഇബ്നു ഹിറാസ്. എന്നെയും നിങ്ങളെയും പോലെ ദിനം പ്രതി നമ്മളെ ചിരിക്കാൻ വേണ്ടി കോമഡി കാണുന്നവരാ, സീരിയൽ സിനിമ പ്രോഗ്രാംസുകൾ ശ്രദ്ധിക്കുന്നവരാണ്. എന്നാൽ നമ്മളെ പോലെ ജീവിതത്തിൽ ഒരിക്കലും റിബഈ ഇബ്നു ഹിറാസ് തങ്ങൾ ചിരിച്ചിട്ടില്ല. ഞാൻ എവിടെയാണ്? സ്വർഗത്തിലാണോ ഞാൻ നരകത്തിലാണോ എന്ന് ചിന്തിച്ച് റിബഈ ഇബ്നു ഹിറാസ് തങ്ങൾ എന്നെ പോലെ നിങ്ങളെ പോലെ ജീവിതത്തിൽ ചിരിക്കാത്ത മഹാനാണ്. ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എനിക്കറിയില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിമിന്റെ ആദ്യത്തിൽ റിബഈ ഇബ്നു ഹിറാസ് ഇബ്നു ജഹ്ശിൽ അബസി റഹിമഹുല്ലാഹയെ തൊട്ട് പരാമർശിക്കുന്നത് കാണാം.
അവിടുന്ന് വഫാത്തായി പോയി. റബീ ഇബ്നു ഹിറാസ് തങ്ങൾ വഫാത്തായി കിടക്കുമ്പോൾ ആ ജനാസ ചിരിച്ചിട്ട് കിടക്കുകയാണ്. ജീവിതത്തിൽ നമ്മളെ പോലെ ചിരിക്കാത്ത മഹാനങ്ങ് മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസ ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആളുകൾക്ക് ജനാസ എടുക്കാൻ മനസ്സ് വരുന്നില്ല, ആളുകൾക്ക് മയ്യിത്തെടുക്കാൻ തോന്നുന്നില്ല. നാടിന്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ ജീവിതത്തിൽ നമ്മളെ പോലെ ആർത്തുല്ലസിച്ച് ചിരിക്കാത്ത റബീ ഇബ്നു ഹിറാസ് തങ്ങളുടെ ജനാസ ചിരിച്ചു കിടക്കുന്നത് കാണാൻ നാടിന്റെ നാനാഭാഗത്തു നിന്ന് ജനങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങി. അന്നേരത്തൊരശരീരി കേൾക്കുകയാണ്, എന്റെ ജനാസ വേഗമെടുത്തുകൊള്ളൂ ജനങ്ങളെ. ഇന്ന റസൂലല്ലാഹി യൻദുറുനി ഫീ ഖബരി, എന്റെ ഖബറിന്റെ അകത്തളത്തിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവ് എന്റെ ആഗമനവും പ്രതീക്ഷിച്ചിരിക്കുന്നേ. ജീവിതത്തിൽ ചിരിക്കാനായിട്ട് കോമഡി കാണുന്ന ആളുകളുണ്ടോ? ലൗ തഅലമൂന മാ അഅലമു ലബഖീതും കസീറൻ വലദഹക്തും ഖലീലാ. ഞാൻ അറിയുന്നത് നിങ്ങളെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ധാരാളം കരയുമായിരുന്നു, നിങ്ങൾ വളരെ കുറച്ചു മാത്രം ചിരിക്കുമായിരുന്നു. ലൗ തഅലമൂന മാ അഅലമു ലബഖീതും കസീറൻ വലദഹക്തും ഖലീലാ. ആരംഭപ്പൂവായ ഹബീബ് പഠിപ്പിച്ചതാണ് മുഅ്മിനീങ്ങളെ. കണ്ടില്ലേ, അഹ്മദ് ബിൻ ഹംബലി സൈബാനി റഹിമഹുല്ലാ ആരാണ്? ഹംബലി മദ്ഹബിന്റെ ഇമാമല്ലേ. മരണപ്പെടാൻ കിടക്കുന്ന നേരത്ത്, മരണാസന്നമായി സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന സമയത്ത് ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ശിഷ്യന്മാരടുത്ത് വന്നിട്ട് ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ വലിയ പണ്ഡിതനായ, വലിയ സൂഫിയായ, വലിയ ആബിദായ, വലിയ മുത്തഖിയായ അഹ്മദ് ബിൻ ഹംബലി സൈബാനി റഹിമഹുല്ലാ പറയുന്നു, ലാ അഖൂലു ഹകദാ, ലാ അഖൂലു ഹകദാ. ഞാൻ അങ്ങനെ പറയൂല, ഞാൻ അങ്ങനെ പറയൂല. വലത് ഭാഗത്ത് വന്ന് പറഞ്ഞ ശിഷ്യൻ ഇടത് ഭാഗത്ത് വന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ ഇത്രയധികം പേടിക്കുന്ന ഒരു മനുഷ്യൻ ബഗ്ദാദിലില്ല. അല്ലാഹുവിന്റെ ഇൽമ് ഇത്രയധികം പഠിച്ചൊരു മനുഷ്യൻ ഇന്ന് ബഗ്ദാദിലില്ല. അല്ലാഹുവിനെ പേടിച്ച് പാതിരാത്രികളിൽ ഇത്രയും നിന്ന് നിസ്കരിച്ചൊരു മനുഷ്യൻ ബഗ്ദാദിലില്ല. അദ്ദേഹമാണ് മരണപ്പെടാൻ കിടക്കുന്നത്. അദ്ദേഹമാണ് സക്കറാത്തിന്റെ ഹാലിൽ കിടന്നു പറയുന്നു, ഞാൻ ശഹാദത്ത് കലിമ ചൊല്ലൂല. അവിടുത്തെ ശിഷ്യന്മാർക്ക് ഇത് സഹിക്കുമോ? ഞങ്ങളുടെ ഗുരുവായ, ഞങ്ങൾക്ക് തർബിയത്ത് നടത്തിയ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ മഅരിഫത്തിലേക്ക് വെളിച്ചം കാണിച്ചു തന്ന അഹ്മദ് ബിൻ ഹംബലി സൈബാനി തങ്ങൾ എന്ന ഞങ്ങളുടെ ഗുരുവര്യൻ അവിടുന്ന് മരണപ്പെടാൻ പോകുന്ന നേരത്ത് അവിടുത്തെ ഖാത്തിമത്തിന് സൂഖ് സംഭവിക്കുകയോ? ഞങ്ങളുടെ ശൈഖ് ലോകത്ത് നിന്ന് മരിക്കുമ്പോൾ കാഫിറായിട്ട് മരിച്ചു പോകുകയോ? അവിടുത്തെ ശിഷ്യന്മാർക്ക് സഹിക്കുമോ? ബഗ്ദാദ് മുഴുവനും കരയാൻ തുടങ്ങി. അന്നാട്ടിലെ ജനങ്ങൾ മുഴുവനും പാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അഹ്മദ് ബിൻ ഹംബലി സൈബാനി റഹിമഹുല്ലാ വലിയ പണ്ഡിതനാണ്, മഹാനാണ്, ആലിമാണ്, തഖിയാണ്, നഖിയാണ്,
വലിയ ആബിദായ മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. അങ്ങനെ അവിടുന്ന് അങ്ങ് മരണപ്പെട്ടു പോയി. ശിഷ്യന്മാര് മുഴുവനും കരച്ചിലോട് കരച്ചിലാണ്. മൂന്നാമത്തെ ദിവസമായപ്പോൾ ശിഷ്യന്മാരിൽ പല പ്രമുഖരും സ്വപ്നം കാണുകയാണ്. അവിടുത്തെ ശൈഖായ അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി തങ്ങൾ സ്വർഗീയ ഉദ്യാനത്തിലാണ്. സ്വർഗീയ ഉദ്യാനത്തിലാണ് അവിടുത്തെ ശൈഖായ അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റഹിമഹുല്ലാഹ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരോട് ചോദിച്ചു, എന്തിനാ മക്കളെ നിങ്ങൾ കരയുന്നത്? അല്ല തങ്ങളെ, ഇന്ന പോലെ സംഭവിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. ആ സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റഹിമഹുല്ലാഹ് പറയുകയാണ്, നിങ്ങൾ എന്റെ ചാരത്ത് വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുന്ന നേരത്ത് അതേ ടൈമിൽ ശപിക്കപ്പെട്ട, അതാ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് വന്നിട്ട് പറയുകയാണ്, ഈസാ മസീഹ് ദൈവമാണെന്ന് പറയണം അഹ്മദേ, ഈസാ മസീഹ് ദൈവമാണെന്ന്, ജീസസ് ക്രിസ്റ്റ് ദൈവമാണെന്ന് പറയണം അഹ്മദേ. ഞാൻ അവനോട് പറഞ്ഞു, എടാ ഞാൻ എങ്ങനെ പറയൂല. നിങ്ങൾ ഇടത് ഭാഗത്ത് വന്നപ്പോൾ അതേ സ്ഥാനത്ത് പിശാചും വന്നു. എന്നിട്ട് അവൻ എന്നോട് അഡ്വൈസ് ചെയ്യുകയാണ്, ഈസാ മസീഹ് ദൈവമാണെന്ന് പറ അഹ്മദേ. നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിത്തരുന്ന അതേ ടൈമിൽ ഇബ്ലീസ് എന്നെ പറ്റിക്കാൻ വന്നു. അവനോടാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഞാൻ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചയാളാണ്. മുഅ്മിനീങ്ങളെ, വലിയ ആലിമും ആബിദും സാലിഹുമായ മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഖിയാമത്ത് നാളിലെ ചണ്ടി ചവറുകളും മോശക്കാരുമായ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ മരണം നന്നാകുമോ? നമ്മുടെ അവസ്ഥ അവസാനം മോശമാകുമോ? ദുനിയാവിൽ എത്ര പ്രസംഗിച്ചിട്ടെന്താണ്, എത്ര സമ്പാദിച്ചിട്ടെന്താണ്, ആളുകൾ എത്ര പ്രാവശ്യം ഉസ്താദേ എന്ന് വിളിച്ചിട്ടെന്താണ്, മരിക്കുമ്പോൾ അന്തിമത്തൊന്ന് നന്നായി കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് ഓരോ മുഅ്മിനീങ്ങളും അവനവന്റെ ആഖിബത്ത് നന്നാകാൻ ദുആയിരക്കണം. അവനവന്റെ ആഖിബത്ത് ശരിയായ നിലയിലാകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. അല്ലാഹു നമ്മളെയും നമ്മുടെ ഉമ്മവാപ്പമാരും ഉസ്താദുമാരെയും നമ്മുടെ കയ്യിൽ പിടിച്ച് പ്രതീക്ഷയോടെ ദുആ വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളുടെയും ആഖിബത്ത് റബ്ബ് അവന്റെ ഔദാര്യം കൊണ്ട് നന്നാക്കി തരട്ടെ. എവിടെ വെച്ച് മരിച്ചാലും ആഖിബത്ത് നന്നായി മരിക്കണം. അതൊരു വലിയ പ്രശ്നമാണ് മുഅ്മിനീങ്ങളെ. എല്ലാ മഹാന്മാരും പേടിച്ചതാണ്. അവരൊക്കെ മഹാന്മാരായിരുന്നിട്ട് പോലും ഭയന്നു. എന്റെ കയ്യിൽ എത്ര സുബഹി ഞാൻ ഖളാക്കി, എത്ര തവണ ഞാൻ ധിക്കാരങ്ങൾ ചെയ്തു, എന്തൊക്കെ തോന്നിവാസങ്ങൾ എന്റെ റബ്ബിന് മറന്ന് ഞാൻ പ്രവർത്തിച്ചു. എന്റെ ആഖിബത്ത് ഇങ്ങനെയാണ്, എനിക്കറിയില്ല. റഹ്മാനായ റബ്ബവന്റെ ഔദാര്യത്തിന്റെ റഹ്മത്തിന്റെ നദർ നമ്മളിൽ നിന്നും ഉയർത്താതിരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. كلما ذكره الذاكرون وغفل عن ذكره الغافلون. عظيമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഉമ്മാക്ക് വാപ്പാക്ക് ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ പൊറുക്കണം റഹ്മാനേ. നീ കാരുണ്യം ചെയ്യണം റഹ്മാനേ. അദീമായ റബ്ബേ, ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ഇൽമിന്റെ മജ്ലിസിലാണ്, ദീനിന്റെ മജ്ലിസിലാണ്. ഞങ്ങൾക്ക് കബൂലിയത്ത് നൽകണേ അല്ലാഹ്.